ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയ്ക്കൊപ്പമുള്ള യാത്രയുടെ ഈ അനുഗ്രഹീതമായ ദിനത്തിൽ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാഴ്ചക്കാരേറെയുള്ള കാലത്തിൽ കാര്യക്കാരിയാവാനുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റണമെന്നാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ലോകമിന്ന് വർണ്ണക്കാഴ്ചകൾക്ക് പുറകിൽ വല്ലാതെ ഓടുമ്പം അമ്മ നമ്മളോട് പറയും, മാറ്റം ഉണ്ടാവണം കാഴ്ചപ്പാടുകളിൽ. കാലമിങ്ങനെ അവനവനിലേക്ക് മാത്രം ക്യാമറ കണ്ണുകളുമായി കഴിയുമ്പം അവരെൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരവീഥികളെ എൻ്റെ സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും തെല്ലൊരു ശ്രദ്ധ കൊണ്ടും തിരികെ പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ആത്മീയ വിചാര വഴികളെ ഹൃദയത്തിലൊന്ന് ഏറ്റുവാങ്ങാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കൈവടിയാതെ അമ്മ മാതാവേ, കൂടെ ഞങ്ങൾക്ക് ഈ വചനം, ഈ ആത്മീയ വിചാരം മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊപ്പം ഉണ്ടാകണമേ. പ്രാർത്ഥിക്കാം. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാഴ്ചക്കാര് കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. അറിഞ്ഞുമറിയാതെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാം യാത്രികരായതുകൊണ്ട് കൗതുക കാഴ്ചകളെ കണ്ടുമറന്ന് കടന്നു പോവുകയാണ്. ഹോളിലാൻഡിൽ പോയപ്പം നല്ല പ്രായമുള്ളൊരപ്പൂപ്പനും അമ്മൂമ്മയും എടുത്തപ്പൊങ്ങാത്തൊരു ക്യാമറയും കൊണ്ട് കാണാതെ വീഡിയോ പിടിച്ച് നടന്നതെൻ്റെ പറയാൻ ഓർമ്മയിലുണ്ട്. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തവർ ഈ യാത്രയുടെ പലയിടങ്ങളിലും വൈകി അവരോട് തെല്ല് സങ്കടത്തോടു കൂടിയിട്ട് സംസാരിക്കേണ്ടതായി വന്നു. അവരിങ്ങനെ ക്യാമറ കണ്ണുകളിലൂടെ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒടുവിൽ കാര്യമായിട്ട് അവരൊന്നും കണ്ടതുമില്ല, ക്യാമറയിലൊന്നും കൃത്യമായി പതിഞ്ഞിട്ടുമില്ല. ഈ പുതിയ കാലത്ത് പരിശുദ്ധയമ്മ നമ്മളോട് പറയുകയാണ്, ഒരുപാട് പേര് ഈ ലോകത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പം എനിക്കും നിങ്ങൾക്കും അമ്മ നൽകുന്ന ഓർമ്മപ്പെടുത്തൽ, ജീവിതം കൊണ്ട് നൽകുന്ന ക്ഷണം, അമ്മയെപ്പോലെ നമുക്ക് ഓരോരുത്തർക്കും കാഴ്ചക്കാരിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കാര്യക്കാരാകാൻ പറ്റും. തിരുസഭയുടെ ആത്യന്തികമായ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാർക്ക് പരിശീലനം കൊടുത്ത് അതിൽ 11 പേരും അവിടുത്തെ കൃത്യതയോടുകൂടിയിട്ട് അനുഗമിച്ച് കടന്നുപോയപ്പം ആവർത്തിച്ചു തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവന് ജീവിതത്തിന് ഇന്ന ഇന്ന വഴികളൊക്കെ അവൻ സ്വന്തമാക്കണമെന്ന്. ക്രിസ്തുവൊന്നും മറച്ചു വെച്ചിട്ടില്ല, കൃത്യതയോടുകൂടിയിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഉപമകളെക്കുറിച്ച് പോലും തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് അവൻ അവർക്ക് വേണ്ടിയിട്ട് ഉപമകളുടെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു വ്യാഖ്യാനത്തിലൂടെ എന്നാണ് തിരുവചനം പറയുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും. പരിശുദ്ധയമ്മയും എന്നോടും നിങ്ങളോടും ഇന്ന് കൃത്യതയോടുകൂടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കാഴ്ചകളും സുഖമേകുന്ന കാഴ്ചപ്പാടുകളുമൊക്കെ മാറ്റിയിട്ട് അപരൻ്റെ ജീവിതത്തിന് ആത്മാർപ്പണം ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു കാഴ്ചപ്പാടിലേക്കും ഒരു ദിശാബോധങ്ങളിലേക്കും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. എഫേസ്യോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം പറയും, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് മനോഹരമായ ചില സ്വപ്നങ്ങളൊക്കെ കണ്ട് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമോ എന്ന് കരുതി കാത്തിരിക്കുമ്പം നമ്മളിങ്ങനെ വെറുതെ ഈ
സുഖക്കാഴ്ചകളിലൂടെ, കൗതുകക്കാഴ്ചകളിലൂടെ കടന്നുപോയാൽ അമ്മ നമ്മളോട് പറയും അത് ജീവിതത്തിൻ്റെ അനുഗ്രഹ വീതിക്ക് തടസ്സമായി മാറും. അതുകൊണ്ട് ജോൺമരിയ വിയാനി പുണ്യവാൻ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹീത കന്യകയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ കഴിയുക എന്ന് വെച്ചാൽ അമ്മ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കാൻ, അമ്മ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ സന്നദ്ധരാവണം, വിട്ടുകൊടുക്കാൻ സന്നദ്ധരാവണം. ഇന്ന് ആരും ആരുടെയും നിയന്ത്രണത്തിൽപ്പെട്ട് ജീവിതത്തെ നയിക്കാൻ സന്നദ്ധമാകുന്നില്ല. കുഞ്ഞുങ്ങൾ പോലും സങ്കടത്തോടു കൂടെയിട്ട് ഇത് പറയേണ്ടതായിട്ട് വരും. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പോലും കൈമാറി. 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ മാതാപിതാക്കൾ എന്ന് ഉടറുകയാണ്. ഒന്നും പറഞ്ഞാൽ അനുസരിക്കാത്ത വിധമെന്ന് പുതിയ തലമുറ രൂപാന്തരപ്പെടുകയാണ്. ഈ അടുത്ത നാളിലൊരു സഹോദരി എന്നോട് പറഞ്ഞു, മൂത്തവൻ +1 പഠിക്കുന്നു, ഇത് 6ലോ 7ലോ മറ്റോ പഠിക്കുന്നു. കുരിശ് വരയ്ക്കാനായിട്ട് ഡിമാൻഡ് ചെയ്യുമ്പം ഇവൾ സിമ്പിളായിട്ട് അമ്മയോട് ചോദിക്കുന്നത്, ചേട്ടനുള്ള ആനുകൂല്യങ്ങൾ എനിക്കും തന്നുകൂടെ, അവൻ വരുന്നില്ലല്ലോ. ഈ അമ്മ വളരെ സങ്കടത്തോടു കൂടെ എന്നോട് പറയാ, അച്ഛാ ജീവിതം മുഴുവനും പാഴായി പോകുന്ന വിധം ഒരു ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇനി മുൻപോട്ട് എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല. ജോലിയുടെ ഭാരം എടുത്താൽ പൊങ്ങാത്ത വിധമുണ്ട്. യൂറോപ്പിലാണ്. ജീവിത പങ്കാളിയാണെങ്കിൽ തെല്ല് കലഹിച്ചു മാറി നിൽക്കുന്നു. അപ്പം ഈ കുഞ്ഞുങ്ങളെയും കൂട്ടി കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് രാവിനെ പകലിനെ അധ്വാനത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയിട്ടാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കളിങ്ങനെ ഈ മാതാപിതാക്കൾ എടുത്താ പൊങ്ങാത്ത ഭാരവുമായിട്ട് കടന്നു പോകുമ്പം ഒന്ന് കൈത്താങ്ങാകണമെന്ന് പോലും ചോദിക്കാതെ ഈ കാഴ്ചക്കാരുടെ ലോകം ഇന്ന് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വല്ലാതെ കൂടിയിട്ടുണ്ട് ഈ കാഴ്ചക്കാരുടെ ലോകം. കഴിഞ്ഞ നാളിലൊരു അമ്മ സങ്കടം പറയുക, മകൻ കല്യാണം കഴിച്ചെന്നേ ഉള്ളച്ചാ, എന്തു ഗുണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ അമ്മ സങ്കടത്തോടു കൂടെ പറയുക, ഇന്നും അവന് തിന്നണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അവർക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് 2, 2.5, 3 വയസ്സായി. കൊച്ചെഴുന്നേറ്റ് കഴിയുമ്പോഴും അവൾ എഴുന്നേൽക്കണില്ല. ഈ കുഞ്ഞിനെ പല്ല് തേപ്പിക്കണതും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണതും ഈ വല്യമ്മയാണ്. ഇവൻ രാവിലെ 3:30ക്കും 4 മണിക്കും എഴുന്നേറ്റ് റബ്ബർ വെട്ടിയിട്ട് മടങ്ങി വരുമ്പം ഒരു ഗ്ലാസ് കാപ്പി പോലും കൊടുക്കാൻ അവൾ ഉണരുന്നില്ല. കാരണം പറയണത് കൊച്ചുണ്ടല്ലോ എന്നാ. അത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയണത് അച്ഛ. കാരണം കൊച്ചതിന് മുമ്പേ ഉണർന്ന് എൻ്റെ അടുത്ത് വന്നിട്ടാണ് കാപ്പി കുടിക്കണത്. ഈ അമ്മ പറയുക എന്ന് വെച്ചാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തോടൊക്കെ പുലബന്ധം പോലുമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ശക്തമായി ഈ കാലം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിലാകാനായിട്ട് അമ്മ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രവർത്തികളെയും നമ്മുടെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും നിയന്ത്രിക്കാൻ ഉതകുന്ന വിധത്തിൽ ജീവിതത്തെ മാറ്റിയതുപോലെ അമ്മയുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്നു. അമ്മയൊരിക്കലും രക്ഷകന്റെ അമ്മയാകാനായിട്ട് നേരത്തെ മനസ്സിൽ നനച്ചിരുന്നവളായിരുന്നില്ല. ദൈവിക വെളിപാട് കടന്നു വന്നപ്പം, സ്വർഗം ഈ ഉത്തരവാദിത്വം കൈമാറിയപ്പം അമ്മ അതിൻ്റെ വരുംവരായികളെക്കുറിച്ചുള്ള വ്യാകുലതകളൊക്കെ മനസ്സിൽ പേറിക്കൊണ്ട് ചോദ്യങ്ങളും സംശയങ്ങളും അസ്വസ്ഥ ഭാവങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഒടുവിൽ ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് കാഴ്ചക്കാരിയാകാതെ അവൾ സന്നദ്ധതയുള്ള സമ്മത മനസ്സോടുകൂടെ അവൾ അതിൻ്റെ കാര്യക്കാരിയായി മാറുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിലും ഈ അമ്മയ്ക്കൊരു പക്ഷേ തികച്ചും അപരിചിതയെപ്പോലെ, ഒന്നും കാണാത്തവരെ പോലെ കടന്നു പോകാമായിരുന്നു. അവിടെ അമ്മ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട്. സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ കളിക്കാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു വാഴ പെടന്ന് അല്ലെങ്കിൽ ഒടിഞ്ഞ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സെമിനാരിക്കാരല്ലേ, ഞങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ ചാടി കടന്നു പോകും. ഒരൊറ്റ ഒരുത്തന് പോലും അത് വെട്ടിമാറ്റണമെന്ന് തോന്നിയില്ല. ഞങ്ങളുടെ റക്ടച്ചൻ അന്ന് വളരെ രസികനായ റക്ടച്ചൻ അന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കളി കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ കുളിമുറിയോടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പം അച്ഛനിങ്ങനെ കൈകൊട്ടി എല്ലാവരെയും മക്കളെ ഇങ്ങ് ഓടി വന്നേ ഒരു സുന്ദരമായ കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു. കണ്ടോ ഒരു വാഴ കിടക്കുന്നതെന്ന്. എന്നുവെച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയാതെ ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠമാണ്. നാം ഒരു കുടുംബത്തിലെ അംഗമാണ് എങ്കിൽ സ്വന്തമായിട്ടുള്ള ഇടങ്ങളിലും സ്വന്തമായി കരുതുന്ന ഒരു സാധ്യതയിലുമാണ് എങ്കിൽ അവിടെയുള്ള ഈ വഴിമാറലുകളൊക്കെ, അവിടെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. തിരുത്താൻ നമ്മൾ സന്നദ്ധമാകും. അല്ലെങ്കിൽ അവിടെ കാഴ്ചക്കാരായിട്ടു കടന്നു പോകുന്നവരായി നമ്മൾ മാറാതെ
ജാഗ്രതയുള്ള അമ്മ മനസ്സോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നാം രൂപാന്തരപ്പെടും. പരിശുദ്ധയമ്മ ഈ കൃത്യമായിട്ടുള്ള കാഴ്ചയുള്ളവളായിരുന്നു, ജാഗ്രതയുള്ളവളായിരുന്നു. നല്ല അമ്മമാരൊക്കെ ഈ പരിശുദ്ധയമ്മയെ അനുകരിക്കണം. അമ്മ അപകടം പിണഞ്ഞിട്ടല്ല, അപകടം വരും മുമ്പേ അറിയുന്നവരാ. ഒരു നല്ല അമ്മയുടെ ലക്ഷണം അത്. മക്കളൊക്കെ വഴിതെറ്റിക്കഴിയുമ്പോഴല്ല, മക്കൾ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്ന വിധം ഈ ജീവിതമൊന്ന് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ട് പോകുന്നത്, ഈ ചെരുപ്പ് കടയ്ക്ക് തീ പിടിച്ചു തൃശ്ശൂർ ഭാഗത്ത്. ചെരുപ്പ് കടയ്ക്ക് തീ പിടിക്കുമ്പം ഫയർഫോഴ്സിനെ വിളിക്കാനും അവർക്ക് വഴിയൊരുക്കാനുമാണ് സാമാന്യ ബുദ്ധിയിൽ ശ്രമിക്കേണ്ടതെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് മാറ്റം വന്നതുകൊണ്ട് നമ്മളത് വീഡിയോ പിടിക്കാനും അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ലൈവ് സംപ്രേഷണം ചെയ്യാനോ ഉള്ള വ്യഗ്രതയിലാണ്. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഒറിജിനൽ എന്നൊക്കെ പറയുന്നത് എൻ്റെ കൈവശമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അവിടെ പരിശുദ്ധിയമ്മ നമ്മളോട് പറയും, നല്ല വിവേകത്തോടു കൂടെ വ്യാപരിച്ചാലേ നമ്മുടെ കാഴ്ചപ്പാടുകൾ തുറവിയുള്ളതായി ഇട്ടുമാറൂ. ഈ വിവേകമെന്ന് പറയുന്നത് എന്താണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 12:8 പറയുന്നുണ്ട്. വിവേകമുള്ളവൻ അതിൻ്റെ പേരിൽ പ്രകീർത്തിക്കപ്പെടും. വീണ്ടും തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കൃപ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള കൃപയാണ് വിവേകം. ഇന്ന് പല ആളുകൾക്കും ജീവിതത്തിൽ ഇതൊന്നുമില്ല. വെറുതെ ഇങ്ങനെ യാന്ത്രികതയിൽ ജീവിച്ച് കടന്നു പോകുന്നു. എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി എന്ന ഭാവേന. ഇഗ്നേഷ്യസ് ലയോള പുണ്യവാൻ പറയുന്നുണ്ട്, വിവേകത്തിൻ്റെ 2 കണ്ണുകളുണ്ട്. ഒന്നാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി കാണാനും എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്താനുമുള്ള 2 കണ്ണുകൾ. എന്താണ് ചെയ്യേണ്ടത് എന്ന് കാണാനും എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്താനുമുള്ള 2 കണ്ണുകളുണ്ട് വിവേകത്തിന്. ഈ വിവേകത്തിൻ്റെ കണ്ണോടുകൂടെ ഇട്ട് ജീവിച്ച പരിശുദ്ധയമ്മ ഈ ഒക്ടോബറിൽ എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, തെല്ലൊന്ന് വിവേകത്തിൻ്റെ അകക്കണ്ണുകളെ തുറക്കാൻ, ആത്മാവിൻ്റെ ഈ അഭിഷേകത്തിലേക്ക്, വിവേകമെന്ന പുണ്യത്തിൻ്റെ അഭിഷേക വഴിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർക്കാൻ നമുക്കാവുമോ? എങ്കിലേ നമ്മുടെ ജീവിതം അനുഗ്രഹദായകമാവുകയുള്ളൂ എന്നുകൂടി ഓർമ്മിക്കുക. അപ്പം പരിശുദ്ധയമ്മയോട് ചേർന്നാൽ നമ്മളിൽ ഈ വിവേകത്തിൻ്റെ അഭിഷേകം വർദ്ധിക്കും. പരിശുദ്ധയമ്മയെ കൂട്ടുപിടിച്ചാൽ നാം ഇത്രയും നാൾ കാഴ്ചക്കാരായിരുന്ന പലയിടങ്ങളിലും നമുക്കങ്ങനെ വ്യാപരിക്കാൻ പറ്റിയല്ല. അത് കുടുംബത്തിൽ മാത്രമല്ല, ആയിരിക്കുന്ന തൊഴിലിടങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്കിങ്ങനെ എല്ലാത്തിലും കയറി തലയിട്ട് അപകടമുണ്ടാക്കണമെന്നൊന്നും അർത്ഥമില്ല. എങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള സത്യത്തിനും നീതിക്കും നിരക്കുന്ന നിലപാടുള്ളിടങ്ങളിൽ പക്ഷം ചേരുക എന്നത് ഒരു മൂല്യാധിഷ്ഠിത വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. ഞാനൊരു യാത്രക്കിടയിൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ കണ്ടക്ടർ ഒരു 3-4 തവണയെങ്കിലും ആ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ഇവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവനിങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ കൗതുകത്തോടു കൂടി ഇരിക്കുക. ഒരു 10-30 കിലോമീറ്റർ ദൂരമെങ്കിലും യാത്ര കഴിഞ്ഞിട്ടും ഇയാൾ ഒരാവർത്തിയല്ല 2-3 ആവർത്തി ഈ ബസ്സിലുള്ള മുഴുവൻ ആളുകളുടെ എണ്ണം എടുക്കുന്നു. അവൻ്റെ ടിക്കറ്റ് മെഷീനകത്ത് നോക്കുന്നു, ഒരെണ്ണം കുറവുണ്ട്. ഇയാൾ ഇങ്ങനെ ചോദിച്ച് പോയിട്ടും അവസാനം ടിക്കറ്റുകൾ പരിശോധിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, ഈ ബസ്സിലുള്ള മുഴുവൻ ആളുകളുടെയും ടിക്കറ്റ് ഇയാൾ ഇങ്ങനെ പരിശോധിച്ച് വന്നപ്പം ഇവൻ സിമ്പിളായിട്ട് പറഞ്ഞൊരു മറുപടി, തെറ്റിപ്പോയെന്ന് പറയുകയാണെങ്കിൽ കേൾക്കാനെങ്കിലും ഒരു രസമുണ്ട്. ഇവൻ വളരെ സിമ്പിളായിട്ട് പറയുക, താൻ ചോദിച്ചില്ലല്ലോ, ഇത് എൻ്റെ കുഴപ്പമാണോ എന്ന്. എന്തൊരു അപകടകരമായ ശൈലിയാണ്. ഉറങ്ങിപ്പോവുകയോ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും അപകടം പിണയുകയോ അല്ലൊക്കെ ആണെങ്കിലോ ഓക്കെ, അങ്ങനെയൊന്നുമല്ല. ബെർണാഡ് പുണ്യവാന്റെ വാക്കുകൾ ഉള്ളിലുണ്ടാവട്ടെ. പുണ്യവാൻ ഓർമ്മപ്പെടുത്തും, മറിയം താങ്ങുമ്പോൾ നാം വീഴില്ല, അവൾ സംരക്ഷിക്കുമ്പോൾ നാം ക്ഷീണിക്കില്ല, അവൾ അനുകൂലയായിരിക്കുമ്പോൾ നിത്യസൗഭാഗ്യത്തിലെത്താനായിട്ടും നമുക്കിടയാകും. പരിശുദ്ധയമ്മ നമ്മളെ താങ്ങാൻ തീരുമാനിച്ചാൽ, അവൾ നമ്മളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ, അവളുടെ സംരക്ഷണ കരവലയത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ യാത്ര കുറേയും കൂടെ സുഖമുള്ള, സുന്ദരമായ, അനുഗ്രഹമുള്ള യാത്രയായിട്ട് മാറും. ഇന്ന് നമുക്ക് കഴിയാതെ പോകുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ സംരക്ഷണം ഏറ്റുവാങ്ങാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തിൻ്റെ നിലപാടിലേക്ക് എത്താനായിട്ട് നമുക്കിങ്ങനെ കഴിയാതെ പോവുകയാണ്. ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാ. അമ്മയാകുന്ന വഴികാട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പോയാൽ ജീവിതയാത്ര കൂടുതൽ സുഖകരമാകും. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയണത്, പരിശുദ്ധയമ്മ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ സൂര്യൻ പോലെയാണ്.
അമ്മ സൂര്യനാണെന്ന് ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു വെക്കും. എന്ന് വെച്ചാൽ ഈ സൂര്യൻ്റെ പ്രകാശത്തെ മറയ്ക്കാനായിട്ട് ആർക്കും ആവില്ലല്ലോ. ആ വെട്ടത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുക പ്രകൃതിയിൽ ഒന്നിനും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ സൂര്യനാണ് എന്ന് ആത്മീയ പിതാക്കന്മാർ, പ്രത്യേകിച്ചും വിശുദ്ധ പീറ്റർ ഡാമിയൻ നമ്മളോട് ഇങ്ങനെ പറയും: സൂര്യനത് ശോഭയിൽ നക്ഷത്രങ്ങളെ പിന്നിലാക്കുന്നത് വഴി സൂര്യൻ്റെ സാന്നിധ്യത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെടാത്തതുപോലെ പരിശുദ്ധ അമ്മയുടെ മഹനീയ വിശുദ്ധി സ്വർഗസൗധത്തിലെ എല്ലാ താരഗണങ്ങളെയും അതിശയിപ്പിക്കുന്നതാണ്. ഇപ്പം സൂര്യൻ്റെ പ്രകാശത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെടാതെ പോകുന്നത് പോലെ ഈ പരിശുദ്ധ അമ്മയുടെ പ്രകാശ ശോഭയിൽ ഈ സ്വർഗവാസികളൊന്നും പ്രത്യക്ഷത്തിൽ പെടില്ല. അതുകൊണ്ട് ഈ അമ്മയുടെ സാന്നിധ്യത്തിന് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും. ഒരു നല്ല അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയും ചുറ്റുപാടിൻ്റെ ഇടങ്ങളെയും അവളായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ഇടങ്ങളെ മുഴുവനും വല്ലാണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റും. ചില ആളുകളുടെയൊക്കെ സാന്നിധ്യത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള ഉണർത്തിൻ്റെ ഓർമ്മകളുണ്ട്. ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. ഒരു സഹോദരി യൂറോപ്പിലെ പശ്ചാത്തലത്തിൽ ഈ കടത്തിണ്ണയിൽ ആരോരുമില്ലാതെ വിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ പരിഗണിച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നന്മ സൂക്ഷിക്കുന്ന മനസ്സുള്ളവളാണ്. ഒരു ദിവസം അവൾ ഒരു പ്രഭാതത്തിൽ, തണുപ്പുള്ള പ്രഭാതത്തിൽ, ഒരു കടത്തിണ്ണയുടെ അരികിൽ ഒരു കുഞ്ഞ് ചടഞ്ഞുകൂടി കിടക്കുന്നത് കണ്ടിട്ട് സ്നേഹപൂർവ്വം അവനെ തോണ്ടി വിളിച്ച് തൊട്ടടുത്ത കടയിൽ കൊണ്ടുപോയി അവന് നിറവയറോളം ഭക്ഷണം കൊടുത്ത് അവനെ ഒരു ടോയ്സിൻ്റെ കടയിൽ കയറി ഇഷ്ടം പോലെ പാവകൾ വാങ്ങിക്കൊടുത്ത് ഒടുവിൽ ബേക്കറിയിൽ കയറി ഇഷ്ടം പോലെ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് വസ്ത്രമെല്ലാം വാങ്ങിക്കൊടുത്ത് അവനിങ്ങനെ ടാറ്റായൊക്കെ പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകുമ്പം ഈ കുഞ്ഞ് ഈ അമ്മയുടെ കൈവിടാതെ, ഈ സ്ത്രീയുടെ കൈവിടാതെ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്: അമ്മ പോകും മുമ്പേ പറഞ്ഞല്ലോ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഈ അമ്മയോട് ഇവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്: അമ്മേ, ദൈവം എങ്ങനെ ഇരിക്കും? അമ്മയെപ്പോലിരിക്കും. അമ്മേ, ദൈവം എങ്ങനെ ഇരിക്കും? അമ്മയെപ്പോലിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് സൂര്യൻ്റെ ദശ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം കൃത്യമായി ഇട്ടു പറഞ്ഞത് സൂര്യനെ ഉടയാടയാക്കിയവളെന്ന്. ഇതൊന്നും പാഴ്വാക്കുകളല്ല. അമ്മയുടെ ജീവിതത്തിലുടനീളം നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു മഹാരഹസ്യമാണിത്. അമ്മ എന്നോടും നിങ്ങളോടും ഇന്ന് സ്നേഹപൂർവ്വം പറയാണ്, നമുക്കൊക്കെ പ്രകാശമാകാനുള്ള വിളിയ. ലോകത്തിൻ്റെ പ്രകാശമായവൻ എന്നിലേക്കും നിങ്ങളിലേക്കും ഈ ബാറ്റൺ കൈമാറിയിട്ടുണ്ട്. റിലേ ഓട്ടത്തിൻ്റെയൊക്കെ പ്രത്യേകത അറിയാലോ. ഒരാൾ എത്ര സ്പീഡിൽ ഓടിയിട്ടും കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവർ ഓടാൻ കൊള്ളയിലെത്തവരാണെങ്കിൽ, ബാക്കിയുള്ളവരുടെ ഓട്ടം ഗുണകരമല്ലെങ്കിൽ അല്ലേ, ഫസ്റ്റ് ആകാനും ബെസ്റ്റ് ആകാനും ഫിറ്റസ്റ്റ് ആകാനും ഫാസ്റ്റസ്റ്റ് ആകാനും ഒക്കെ കഴിയണം. 3 വാക്കുകളാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒന്നാമതാകാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുണ്ടാകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടു കൂടെ നമുക്കൊന്ന് വ്യാപരിക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള നിലപാടോടുകൂടെ പരിശുദ്ധ അമ്മ നമ്മളെ വിളിക്കുകയാണ്. ബെർണാഡ് പുണ്യവാൻ പറയുന്നുണ്ട്, സൂര്യൻ ഈ ലോകത്ത് ഉദിച്ചുയരുന്നില്ലെങ്കിൽ അന്ധകാരത്തിൻ്റെയും ഭീകരതയുടെയും അരക്ഷിതാവസ്ഥ നമ്മുടെ ലോകത്തുണ്ടാവും. സൂര്യനില്ലാതെ വന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. വീണ്ടും പറയാണ്, സൗരയൂഥം എടുത്തു മാറ്റിയാൽ അന്ധകാരം മാത്രം. പുണ്യവാൻ തുടർന്ന് പറയാണ്, ആത്മാവിന് മറിയത്തോടുള്ള ഭക്തി നഷ്ടപ്പെടുമ്പോൾ പിന്നീട് അന്ധകാരമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പരിശുദ്ധയമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ സൂര്യതേജസ്സോട് കൂടിയിട്ടുള്ള സാന്നിധ്യമായി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ദീപമാണത്. ഒരു കെടാത്ത വിളക്കിൻ്റെ സാന്നിധ്യം നൽകുന്ന അനുഭവമാണ് പരിശുദ്ധയമ്മ. ഈ അമ്മയാണ് എന്നോടും നിങ്ങളോടും പറയണത്, നമ്മുടെ ജീവിതം ഈ പ്രകാശത്തിൻ്റെ ശോഭ കൊണ്ട് ധന്യമാക്കപ്പെടണം. നമ്മുടെ ഉള്ളിലേക്ക് സ്വർഗം ഇതിങ്ങനെ കൈമാറി തന്നിരിക്കുക. നമ്മൾ ഈ തീപ്പന്തത്തെ കൈമാറി കിട്ടിയതിനെ കൊണ്ടു നടക്കുന്നില്ല. നമ്മളിങ്ങനെ വെറുതെ സുഖകരമായിട്ട് നമ്മുടെ ലോകത്തിലേക്കൊന്ന് പരിമിതപ്പെടുമ്പം അപകടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ അപകടത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാവാൻ പരിശുദ്ധ കത്തോലിക്കാ സഭ ഈ കാലത്ത് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് എൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ പങ്കുവെക്കൽ കൊണ്ടും എൻ്റെ സ്നേഹമസ്ത്രണമായ സഭയോടുള്ള അടുപ്പം കൊണ്ടുമൊക്കെ അതിനെയൊന്ന് പിടിച്ചു നിർത്താൻ കൂടെയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ പല കാരണം പറഞ്ഞിട്ട് പലരെയും പഴിച്ചിട്ട് കൈയൊഴിയാം. കേരള സഭ ഇന്ന് വിവിധങ്ങളായ പ്രതിസന്ധികൾ ചാനലുകൾ ചർച്ചകളിലൂടെയും
മറ്റ് മത സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിലൂടെയും തീവ്രവാദ സംഘങ്ങളിലൂടെയും ലോകത്തെ തന്നെ വലിയ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ച ഒരു ശക്തിയുള്ള, ഊർജമുള്ള, ചൈതന്യമുള്ള സഭ ഇന്ന് പതിയെ പതിയെ അതിൻ്റെ ഊർജത്തെ, അതിൻ്റെ കരുത്തിനെ, അതിൻ്റെ പ്രഭയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ശക്തമായിട്ടതിനോട് പ്രാർത്ഥന കൊണ്ട് ചേരാനാവില്ലേ? പങ്കുവെക്കൽ കൊണ്ട് സഹായിക്കാൻ കഴിയില്ലേ? എന്നിൽ ദൈവം നിക്ഷേപിച്ച ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആ ആത്മാർത്ഥമായിട്ടുള്ള നിലപാട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എനിക്കാവില്ലേ? എങ്കിലേ ഇത് അനുഗ്രഹമാവൂ. എൽ സാൽവദോറിൽ മിലിറ്ററി ഭരണം നടക്കുന്ന കാലത്ത് ആളുകൾ ഇങ്ങനെ വല്ലാണ്ട് സങ്കടത്തോടു കൂടിയിട്ട് ഈ പട്ടാളക്കാരുടെ പീഡനം സഹിച്ചു കഴിയുമ്പം അവിടുത്തെ ബിഷപ്പായിരുന്ന ഓസ്കർ റൊമേരോ അദ്ദേഹം ഇങ്ങനെ പട്ടാളക്കാരോടും ആ ദേശത്തെ മുഴുവൻ ആളുകളോടും ആവർത്തിച്ച് തൻ്റെ വചനപ്രഘോഷണ വേദിയിൽ തനിക്ക് കിട്ടുന്ന എല്ലാ ഇടങ്ങളിലും അതിശക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തരും ജീവിതത്തിൽ കൃത്യമായിട്ടെടുക്കേണ്ട നിലപാടിനകത്ത് മായം ചേർക്കാൻ പാടില്ല. അത് പുരോഹിതനാകാം, അത് സമർപ്പിതനാകാം, അത് അൽമായനാകാം, അത് കുടുംബജീവിതക്കാരനും കുടുംബജീവിതക്കാരിയുമാകാം. ഏത് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയും അവനവനിൽ ദൈവം നിക്ഷേപിച്ച കാഴ്ചക്കാരിൽ നിന്നും കാര്യക്കാരാകാനായിട്ട് നിക്ഷേപിച്ച ആ കൃപയുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഈ ഓസ്കർ റൊമേരോ ഇങ്ങനെ അതിശക്തമായ ഭാഷയിൽ പട്ടാളക്കാരും ഈ ആഭ്യന്തര കലഹത്തോടൊക്കെ ബന്ധപ്പെട്ട് ജനം കടന്നു പോകുന്ന സങ്കടങ്ങളും ഇങ്ങനെ വിവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങളെ അതിനിശിതമായിട്ട് സംസാരിക്കുകയും അതിനുവേണ്ടി രക്തസാക്ഷിയാകാൻ പോലും ഞാൻ മടിക്കില്ല എന്ന് കുർബാനമധ്യേ പറയുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം വെടിയേറ്റു മരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ ഇങ്ങനെയുണ്ട് പല ജീവനങ്ങളും. ഞാൻ വായിച്ചൊരു കുറിപ്പെൻ്റെ മനസ്സിലുണ്ട്. തൊട്ടടുത്ത ദേവാലയങ്ങളിലെല്ലാം ഭീകരർ വന്ന് ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് അവിടെയുള്ള വിശ്വാസികളെ മുഴുവനും കൊന്നില്ലായ്മ ചെയ്യുകയാണ് എന്ന് ഏതോ ആഫ്രിക്കൻ രാജ്യത്ത് ഈ പറയുന്ന ദേവാലയത്തിലെ കപ്പിയാർക്കാരോ മെസ്സേജ് അയച്ചു. അദ്ദേഹം ഇതൊരു കുറിപ്പെഴുതിയിട്ട് വികാരിയച്ഛനെ അറിയിച്ചു. വികാരിയച്ഛനെ ഈ കുറിപ്പ് കുർബാന മധ്യേ വായിച്ചിട്ട് പറഞ്ഞു, അടുത്ത പള്ളിയിലെല്ലാം ഭീകരന്മാർ വന്ന് ഭയാനകമാംവിധം അവിടെയുള്ള ആളുകളെ കൊന്നു, നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, നിങ്ങൾ എന്തു പറയുന്നു? ആ ജനം പറഞ്ഞ മറുപടി, എന്ത് രക്ഷപ്പെടാനാ, നമുക്ക് ബലിയർപ്പിക്കാം, നമുക്ക് വചനം കേൾക്കാം, നമുക്ക് ഈ ആത്മീയ കർമ്മവേദികളിലായിരിക്കാം, ഈ തമ്പുരാന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മരിക്കാം. ഇതൊരു വല്ലാത്ത ബലമാണ്. ഈ കാഴ്ചക്കാരിൽ നിന്നും കാര്യക്കാരിലേക്ക് മാറുന്നവരുടെ ജീവിതത്തിൻ്റെ കൃത്യമായ സൂചനയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിളി ഇത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ചുമ്മാ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ കാലത്തെ ഏതെങ്കിലുമൊക്കെ വിധത്തിലൊന്ന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട. പരിശുദ്ധയമ്മ നമ്മളോട് പറയുക, കത്തോലിക്ക സഭയുടെ ധർമ്മം 2022 21 23 ദൈവം ഒരുക്കിയത് ഈ കൊല്ലം ചെയ്യേണ്ടതുമല്ല. ഓരോരുത്തരും പ്രായത്തിനും ജീവിതത്തിനും കടമയ്ക്കും കാലത്തിനും ആനുപാതികമായിട്ട് ചില പുതിയ വഴികളും പുതിയ സാധ്യതകളുമൊക്കെ ഒന്ന് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. എല്ലാവരും തിരിച്ചറിയണം വലിയൊരു സത്യം, ഈ കാലത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരാൾക്ക് ചെയ്യാനാവില്ല. ഇത് പരിശുദ്ധയമ്മ ജീവിതത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു. എലിസബത്തിനെ സഹായിക്കാനായിട്ട് ആ ദേശത്ത് വേറെ ചോരയും നീരുമുള്ള ആളുകളൊന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പരിശുദ്ധയമ്മ അതിനെ ടേക്കപ്പ് ചെയ്യുകയാണ്. മാലാഖയിലൂടെ കിട്ടിയ വെളിപാടിൻ്റെ മുൻപിൽ അവിടെ ഒരിടത്തും പരിശുദ്ധയമ്മയോട് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് വേണ്ടിയിട്ട് നീ സഹായത്തിനായി പുറപ്പെടണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഒരടയാളം എന്നോണം നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഗർഭിണിയാണ് എന്ന് പരിശുദ്ധയമ്മയ്ക്ക് ഒരറിയിപ്പ് മാത്രം സ്വർഗം മാലാഖയിലൂടെ കൊടുക്കുമ്പം അമ്മ അതിനെ തൻ്റെ ഉത്തരവാദിത്തമായിട്ട് ടേക്കപ്പ് ചെയ്യുകയാണ്. ഒഴിഞ്ഞുമാറി നടക്കുന്ന ഒരു കാലത്ത് പുതിയ തലമുറയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ നടത്തുമ്പം ഒന്നും വേണ്ട, പള്ളിയിലൊന്ന് കുർബാനയ്ക്ക് കൂടിയിട്ട് ഒരു ലേഖനം വായിക്കാവോ എന്ന് ചോദിച്ചാൽ പല പള്ളിയിലും ജീവനും കൊണ്ട് ഇവന്മാർ രക്ഷപ്പെട്ടുള്ളൂ. കാരണം അതിന് പുറകിൽ കഷ്ടപ്പാടുണ്ട്. പിന്നെയും പെമ്പിള്ളേരാണ് അക്കാര്യത്തിലൊക്കെ മുതിർന്നു കഴിയുമ്പം അവരും ജീവിതത്തിൻ്റെ ശൈലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപകടകരമായ ഈ ശൈലിയുടെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും തമ്പുരാനോട് പരിശുദ്ധയമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചോദിക്കണം. അമ്മ ഇങ്ങനെ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടുകൊണ്ട്
നമ്മളോട് പറയാണ്, ഈ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ ദൈവം ചിലതൊക്കെ ഈ കാലത്ത് അവിടെയും ഇവിടെയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ചേ, ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചേ. അങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ള ജീവിതമായിട്ട് മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ള ജീവിതമായി മാറില്ല. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് 12 ശിഷ്യന്മാരുടെ കൂടെ ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി കടന്നു വരുന്നു. അദ്ദേഹം അന്നിൻ്റെ മാർപ്പാപ്പയുടെയും സഭാ സംവിധാനത്തിൻ്റെയും നിലപാടിനെ അതിനിശിതമായിട്ട് വിമർശിക്കുകയാണ്. ലത്തീൻ ഭാഷയിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു വലിയ കുറിപ്പുമായിട്ടാണ് അദ്ദേഹം ഈ മെത്രാനെ മാർപ്പാപ്പയെ കാണാനായിട്ട് കടന്നു വന്നത്. അദ്ദേഹത്തിന് അവിടെ വന്നിട്ട് അത് വായിക്കാൻ പറ്റിയില്ല, ബോധമറ്റ് വീഴുകയാണ്. എങ്കിലും അദ്ദേഹം തൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച കനലിൽ നിന്നും കച്ചിക്കുറുക്കിയെടുത്തിയ വാക്കുകളുമായിട്ട് അതിശക്തമായി സഭയുടെ നിലപാടിനെ നിശിതമായിട്ട് വിമർശിച്ചു. പല ആളുകളും അക്കൂട്ടത്തിലുള്ള സഭയുടെ ഉന്നത സ്ഥാനീയരായ പലരും ഇദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കാനൊക്കെ പറഞ്ഞപ്പോഴും ദർശനത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ ഇന്നസെന്റ് മാർപ്പാപ്പ ഈ പുണ്യപാദം നമസ്കരിച്ചിട്ട് അനുഗ്രഹം യാചിക്കുകയാണ് ചെയ്തത്. സത്യം അതാണെന്ന് മാർപ്പാപ്പയുടെ ഉള്ളിൽ ആവർത്തിച്ച് പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിളി ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മയും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, നീ ഒറ്റയ്ക്കിങ്ങനെ കാഴ്ചക്കാരനെ പോലെ കടന്നു പോകല്ലേ. ചുറ്റുപാടിൽ നിന്നെ കൊണ്ട് ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നിന്നിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട നിന്റെ കരങ്ങളിലൂടെ. അതുകൊണ്ടല്ലേ തൃശ്ശൂർ ഭാഗത്തുള്ള CLC എന്ന് പറയുന്ന സംഘടനക്കാർ അവരുടെ പ്രാർത്ഥനയിൽ പറയും, ഇന്ന് ഈശോയ്ക്ക് സഞ്ചരിക്കാനായിട്ട് പാദങ്ങളില്ല എൻ്റേതല്ലാതെ, ഇന്ന് ഈശോയ്ക്ക് കേൾക്കാനായിട്ട് കാതില്ല എൻ്റെ കാതുകളല്ലാതെ, ആശീർവദിക്കാൻ കരങ്ങളില്ല എൻ്റെ കരങ്ങളല്ലാതെ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ഹൃദയമല്ലാതെ ഈശോയ്ക്ക് മറ്റ് ഹൃദയമില്ല. അപ്പം തമ്പുരാൻ ഇന്ന് ആയിരിക്കണതും ചലിക്കണതും ചരിക്കണതും മുഴുവനും എന്നിലൂടെയാണെന്ന് തിരിച്ചറിയണം. ഞാൻ മറ്റൊരു ക്രിസ്തുവാകാനായിട്ട് വിളിക്കപ്പെട്ടതാ, മറ്റൊരു ക്രിസ്തുവാകാനായിട്ടുള്ള വിളിയാണ് എൻ്റെ വിളി. പരിശുദ്ധ അമ്മ ഇതിനെ അച്ചട്ടായിട്ട് ജീവിതത്തിൽ പാലിച്ചു. അവൾ ഒരിടത്തും കാഴ്ചക്കാരിയായിരുന്നില്ല. അത് കാനായിലാകട്ടെ, അത് കാൽവരിയിലാകട്ടെ, അത് മകൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലെ ഓരോ ഇടങ്ങളിലും. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ 50-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. മകൻ ഭ്രാന്താണെന്ന് വരെ ആളുകൾ പറഞ്ഞപ്പം അത് കാണാനും സത്യം അറിയാനും വേണ്ടി പുറപ്പെടുന്ന പരിശുദ്ധ അമ്മ, അമ്മയൊരിടത്തും ഒരു കാഴ്ചക്കാരിയാകാതെ കാര്യക്കാരിയായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ ഒക്ടോബറിൽ ഈ ഒരു വിളിയുണ്ട്. തിരുസഭയിൽ നമ്മൾ ഓരോരുത്തരും കാര്യക്കാരാവണം. തിരുസഭയും ഈ കാലത്തിൻ്റെ പുതിയ കാഴ്ചകളെ കണ്ടെത്തണം. എന്താണ് ഈ കാലഘട്ടത്തിൽ സഭയെ ദൈവമേൽപ്പിച്ചത്? സിറോ മലബാർ സഭയെ, ലത്തീൻ സഭയെ, മലങ്കര സഭയെ എന്താ ദൈവമേൽപ്പിച്ചത്? അത് കണ്ടെത്തിയിട്ട് അതിനിണങ്ങുന്ന വിധം കാര്യങ്ങളെ ക്രമീകരിക്കണം. അങ്ങനെയാണ് അനുഗ്രഹമാകേണ്ടത്. അമ്മയോടൊപ്പം തുടർന്നുള്ള ആരാധനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഈ കാഴ്ചക്കാരുടെ മനസ്സിൽ നിന്ന് കാര്യക്കാരുടെ ഭാവത്തിലേക്ക് മാറ്റാൻ കൃപ തൂകണേ. അമ്മ നമുക്കായി പ്രാർത്ഥിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാ
തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം നാദാരാധന നാദാരാധന പാടാം ആരാധന നിത്യം ആരാധന നാദ ആരാധന നാദ ആരാധന പാടാം ആരാധന നിത്യം ആരാധന. വിശുദ്ധ സെപ്രിയാൻ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. വിശുദ്ധ കുർബാനയോളം ഒരു വ്യക്തിയുടെ വളർച്ചയിൽ സഹായിക്കുന്ന വേറെയൊന്നുമില്ല. കാഴ്ചക്കാരിൽ നിന്നും കാര്യക്കാരിലേക്ക് വളരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയോട് ചേർന്ന് കൂദാശകളെ ചേർത്ത് പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാനയുടെ ഭാഗമായി ജീവിക്കുന്നവർക്ക് ഗുണപരമായ മാറ്റമുണ്ടാകുമെന്ന് വിശുദ്ധ ജസ്റ്റിൻ നമ്മെ ഓർമ്മപ്പെടുത്തും. തമ്പുരാനെ, പരിശുദ്ധയമ്മ ഞങ്ങൾക്ക് മോഡലായി ജീവിതം എങ്ങനെ സ്വർഗോന്മുഖമാക്കാമെന്ന്, രക്ഷാദായകമായ വഴിയിലൂടെ സഞ്ചരിക്കാമെന്ന് പഠിപ്പിച്ചല്ലോ. ആ അമ്മയ്ക്കൊപ്പം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ആരാധനാ മനസ്സോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്ഠിൻ്റെ വാക്കുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലുള്ള വ്യാപനം ഓക്സിജൻ ടാങ്കിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നത് പോലാണ്. ജീവിതത്തിന് വല്ലാത്ത ബലം പ്രദാനം ചെയ്യും. പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും അതിജീവിക്കാൻ ആവശ്യമുള്ള അതുല്യമായ ദൈവിക കൃപ ഒഴുക്കപ്പെടും. ഈ അഭിഷേകം ചേർത്തു വെച്ചുകൊണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാഴ്ചകളുടെ ലോകമാണ്. പഠിപ്പിച്ചില്ലേ, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണീ കാലത്തിൻ്റെ കെണിയാണ്. എത്രയോ ചെറുപ്പത്തിൽ തന്നെ മങ്ങിയ കാഴ്ചകളിലേക്ക്, വികൃതമാക്കപ്പെട്ട കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ തലമുറ രൂപാന്തരപ്പെടുന്നു. സങ്കടം തോന്നും. ഒരു കുരുന്ന ജീവിതത്തിൽ ഒരിക്കലും അങ്കുരിക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ബന്ധനങ്ങളുടെ അനുഭവ വീഥികളിലൂടെ മക്കൾ കടന്നു പോവുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിലെ തമ്പുരാൻ ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ വേണ്ടി ഒരു തായ് ഭാവത്തോടെ, ഒരമ്മ മനസ്സോടെ നമ്മുടെ അരികിൽ കടന്നു വന്നിട്ട് നമ്മളോട് പറയാം. അമ്മ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. അമ്മ പലപ്പോഴും ഉണ്ണാറില്ല. അമ്മ പലതും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ഉപേക്ഷിക്കുക പതിവാണ്. അമ്മയുടെ ഉറക്കം മക്കൾ തീരുമാനിക്കേണ്ടത് പോലെ. ചില കാരണവന്മാരൊക്കെ പരാതി പറയും പോലെ പകല് കിടന്നുറങ്ങിയിട്ട് കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഞങ്ങളെ ഉറക്കാണ്ടിരിക്കും. പണ്ടൊന്നും ഒരു പരാതിയുടെ ഗണത്തിൽ പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. നല്ല അമ്മ അതൊക്കെ അതിജീവിക്കാൻ വേണ്ടി സ്വയം പരുവപ്പെടുത്തപ്പെട്ടവള. കുഞ്ഞ് അധികമുണ്ടാൽ അമ്മ അത്താഴം വേണ്ടെന്ന് വയ്ക്കും. കുഞ്ഞിൻ്റെ അന്നത്തെ മൂടിൻ്റെ പ്രത്യേകത കൊണ്ട് കുറച്ചേ ഭക്ഷിച്ചുവെങ്കിൽ അമ്മ അത് നഷ്ടമാകാതിരിക്കാൻ മുഴുവനും ഭക്ഷിക്കും. നമുക്കും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും എന്നെ ഊട്ടുന്ന സ്നേഹത്തെ
പരിശുദ്ധി അമ്മയിൽ പ്രകടമായി നാം കാണുന്ന ആ ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മനസ്സുള്ള തളരാത്ത അമ്മഭാവത്തിൻ്റെ നിറവുള്ള അനുഭവങ്ങളിലേക്ക് നമുക്ക് നമ്മെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ചേർന്ന് പാടുമ്പം കരങ്ങൾ ഹൃദയത്തോട് ചേർന്നിരിക്കട്ടെ. ഹൃദയമെടുപ്പിനൊപ്പം ഈ സ്നേഹത്തിൻ്റെ മാതൃവാത്സല്യ ഭാവങ്ങളെ നമുക്കുമൊന്ന് സ്വന്തമാക്കാം. പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ. സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം നമുക്ക്. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അന്തോണീസ് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം സഭയെ പൂർണ്ണമായും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും കീഴിൽ സമർപ്പിച്ചിരിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും കേരള സഭയെ പൂർണ്ണമായിട്ടും ഈ കാഴ്ചപ്പാടുകൾ മാറാൻ, മങ്ങിയ കാഴ്ചകൾ കണ്ടുമയങ്ങുന്ന മനസ്സിൻ്റെ ഭാവങ്ങൾ, വികൃതമാക്കപ്പെട്ട നമ്മുടെ നിലപാടിൻ്റെ അപഭ്രംശങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ ആന്തരിക തലത്തിന് പരുക്കുകളൊന്നും പറ്റിയിട്ടില്ല. 2 തലമുണ്ടല്ലോ സഭയ്ക്ക്, ഒരാന്തരിക തലവും ഒരു ബാഹ്യമാനവും. ആന്തരികത പരിശുദ്ധ കുർബാനയും പരിശുദ്ധ തൃത്വവും വിശുദ്ധരും അവരെക്കുറിച്ചുള്ള പഠനങ്ങളും സഭയുടെ പ്രബോധനങ്ങൾ മുഴുവനും നിറഞ്ഞ് അഭിഷേകത്തിൻ്റെ ചൈതന്യദായകമായ ഇടമാണ്. പരിക്കെവിടെയാ പറ്റിയത്? അതിൻ്റെ പുറം ചട്ടയ്ക്ക്. അതിൻ്റെ ബാഹ്യമാനത്തിനാണ് പരുക്കു പറ്റിയത്. അത് വൈദികരും മെത്രാന്മാരും പള്ളിക്കൂടവും പള്ളിയും പല പല പരിപാടികളുമായി നടക്കുന്ന ഒരു സംവിധാനത്തിനാണ് പരുക്കു പറ്റിയത്. ഈ പരുക്കു പറ്റാത്ത യാഗമുണ്ട്. പരിശുദ്ധയമ്മ ഈ പരുക്കു പറ്റാത്ത ചൈതന്യത്തെ തൻ്റെ ജീവിതത്തിൽ പകർത്തിയവൾ. പള്ളിയെക്കുറിച്ചൊന്ന് വായിക്കാനിടയായപ്പം മനസ്സിലായ ഒരു വലിയ സത്യം, പരിശുദ്ധിയുടെ വെൺപ്രഭയുള്ള ഇടമാണ്. ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്നും കൈമാറി കിട്ടിയ വാക്കാണ് പള്ളി. രാജാക്കന്മാരുടെ ഉറക്കത്തിനും എഴുന്നേൽപ്പിനും അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയ പല കാര്യത്തിനും പള്ളിയോട് ചേർത്താണല്ലോ വാക്കുകൾ പോലും. പള്ളി എഴുന്നള്ളിപ്പെന്നും പള്ളിയുറക്കമെന്നും ഒക്കെ രാജാക്കന്മാരോട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഈ ദിവ്യകാരുണ്യത്തിലെ തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിക്കുക. ദൈവം സഭയെ പൂർണ്ണമായിട്ടും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും തണലിൽ കൊടുത്തുവെങ്കിൽ, വിശുദ്ധ ബർനാഡ് പറയും പോലെ, അമ്മയുടെ കരുണയിലും ശക്തിയിലും സമ്പന്നയായ അമ്മയുടെ ഉപവിയും നന്മയും ഒക്കെ ഏറ്റുവാങ്ങാൻ നമുക്ക് കടമയുണ്ട്. അമ്മയിൽ കരുണയുണ്ട്, ശക്തിയുണ്ട്, ഉപവിയുണ്ട്, അഭിഷേകങ്ങളുണ്ട്. ഏറ്റുവാങ്ങാൻ നമ്മളും സന്നദ്ധരാവണം. ഹൃദയപൂർവ്വം അമ്മയോട് പറഞ്ഞ് നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സന്നദ്ധയിൽ
ദിവ്യകാരുണ്യീശോയേ, ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും വികാര വിചാരങ്ങളും അനുഗ്രഹമാക്കണമേ. ഈ കാലത്തിന്റെ അപകടകരമായ സ്വാധീനത്തിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെയും കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും നവീകരിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ വെളിവാക്കുന്ന പ്രകാശത്തിന്റെ ശക്തമായ ശോഭയിൽ സ്വാധീനിക്കപ്പെടട്ടെ. സൂര്യന്റെ തേജസ് പോലുള്ള പരിശുദ്ധ അമ്മയുടെ ചൈതന്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. ഈശോയെ, വിവേകത്തോടെ വേണ്ട ഇടങ്ങളിൽ വേണ്ടും വിധത്തിൽ നിലപാടെടുക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കേരള സഭയെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈശോയെ, ശത്രുപക്ഷത്ത് നിലയുറപ്പിക്കുന്ന മനസ്സുള്ളവരായി മാറാതെ സ്നേഹത്തോടെ ഞങ്ങൾ ഓരോരുത്തരും കാഴ്ചപ്പാടിന്റെ കുറവുകളെ അവിടുത്തെ കൃപയാൽ അഭിഷേകപൂരിതമാക്കുവാൻ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചാവറപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വെളിച്ചം പകരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കെടാവിളക്കാണ് പരിശുദ്ധ കുർബാന. വല്ലാത്ത വെളിച്ചമുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ പ്രകാശമാണ് ഞാനെന്ന് പറഞ്ഞവൻ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഒപ്പമായിരുന്നു കൊണ്ട് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്. പ്രകാശം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ടത്. ആ വെളിച്ചത്തിൽ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധയമ്മ ഈ വെൺപ്രഭയെ ഉള്ളിലേറ്റവള്. സ്വർഗത്തിൻ്റെ ഒരു വെള്ളിടി പോലെ മാലാഖിയുടെ വാക്കുകൾ അമ്മയിലേക്ക് കടന്നു വന്നപ്പം സമ്മതം മൂളിയും സന്നദ്ധത അറിയിച്ചും അമ്മ ഈ പ്രകാശത്തിൻ്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കി. അതുകൊണ്ടാണല്ലോ യേശു ജന്മത്തോട് ബന്ധപ്പെടുത്തി വചനം പറയും, അന്ധകാരത്തിലാണ്ട ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ ആവൃതമായ ജനം ഈ ക്രിസ്തുപ്രകാശത്തിൻ്റെ ശോഭയിൽ അങ്ങനെ വെട്ടിത്തിളങ്ങാനായിട്ട് തുടങ്ങി. നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയാം, അമ്മേ സ്നേഹനാഥേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള വെളിച്ചം കിട്ടാൻ, ഇന്നോളം വികലമാക്കപ്പെട്ട വീക്ഷണങ്ങളിലൊക്കെ മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കാൻ അമ്മ കൂടെ ഉണ്ടാവണം. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ഇടറും, ഞങ്ങളൊക്കെ പരാജയപ്പെടും. ശിഷ്യൻ ഇടറിയ ജീവിതത്തിൻ്റെ ചുവടുകളൊക്കെ കണ്ടെത്തിയതും തിരുത്താൻ സന്നദ്ധമായതും അമ്മയ്ക്കൊപ്പം പന്തക്കുസ്തായോളം ആ കൂടാരത്തിലായിരുന്നപ്പോഴാണ്. ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളൊക്കെയും അമ്മ അവർക്ക് ഈ കാലത്തിനിണങ്ങും വിധം അർത്ഥതലങ്ങളെ കൂടുതൽ കൃപയോടുകൂടിയിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ അമ്മേ, ഞങ്ങൾക്കും അമ്മ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പം കാഴ്ചപ്പാട് മാറാനുള്ള ദർശന ബോധ്യങ്ങളെ നൽകണമേ. ചേർന്ന് പാടി അമ്മേ സ്നേഹനാഥേ പ്രാർത്ഥിക്കാം. അമ്മേ സ്നേഹനാഥേ, ആശ്രയം നീയേ. അമ്മേ സ്നേഹനാഥേ, ആശ്രയം നീയേ.
പകരൂ സ്വർഗദാനം. കരയും നിൻ സുതരിവരെ കൈകളിൽ താങ്ങൂ. അമ്മേ എൻ്റെ അമ്മേ, അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. അമ്മേ എൻ്റെ അമ്മേ, അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. അമ്മേ, കാരുണ്യം പറ്റാതെ ഒഴുകുന്ന സാഗരമാണ് അമ്മ എന്ന് അധരം കൊണ്ടല്ല ഹൃദയം കൊണ്ടൊന്ന് ഏറ്റുപറയാൻ. കാരുണ്യത്തിൻ്റെ വല്ലാത്ത കുറവുള്ള ലോകത്തിലാണ് ഞങ്ങൾ കഴിയണേ. കാഴ്ചപ്പാടിലൊക്കെ സ്വാർത്ഥത വല്ലാതെ കുടിയേറിക്കഴിയുമ്പം അമ്മ നമ്മളോട് പറയുന്നുണ്ട്, മക്കളെ, അത് സഭയിലാവട്ടെ, അത് കുടുംബ ബന്ധങ്ങളിലാവട്ടെ, അത് സന്യാസത്തിലും പൗരോഹിത്യത്തിലുമൊക്കെ ഈ കാരുണ്യത്തിൻ്റെ വറ്റലുകൾ, കാരുണ്യത്തിൻ്റെ ചോർച്ചകൾ, അത് കാലത്തിൻ്റെ ദുരന്തമാണ്. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞേ, കരുണാസാഗരമായവളെ, ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വന്ന് വേണ്ടതൊക്കെ വേണ്ടും വിധത്തിൽ കാനായിൽ ഒരുക്കിയതുപോലെ, കാൽവരിയിൽ ക്രമീകരിച്ചതുപോലെ, പന്തക്കുസ്തായുടെ വഴികളിലേക്ക് ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നതുപോലെ ഞങ്ങളിലും ഈ കാലത്തിൻ്റെ അപകടക്കെണികളെ തിരിച്ചറിയാൻ, സഭയെ സ്നേഹിക്കാൻ, സഭയെക്കുറിച്ച് അഭിമാനിക്കാൻ, സഭയുടെ ശുശ്രൂഷകളിൽ കഴിയും വിധം പങ്കുചേരാൻ, അങ്ങനെ ഞങ്ങൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങളായി മാറാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് പരിശുദ്ധ അമ്മയെ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ അടുത്തറിഞ്ഞനുഭവിച്ചുകൊണ്ട് അമ്മയ്ക്കൊപ്പം ഈ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ട് കരുണാസാഗരമായ അമ്മയോട് കാരുണ്യത്തിൻ്റെ കൃപാസമൃദ്ധിയിൽ നിന്ന് വേണ്ടതൊക്കെ വേണ്ടുവോളം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണാസാഗരമമ്മേ, കൈവിടല്ലേ തായേ. കരുണാസാഗരമമ്മേ, കൈവിടല്ലേ തായേ. ഇരുളിൽ താണിടാതെ കാത്തുകൊള്ളണമേ. ഇരുളിൽ താണിടാതെ കാത്തുകൊള്ളണമേ. അമ്മേ എല്ലാവരും ചേർന്ന് അമ്മേ, അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. അമ്മേ എൻ്റെ അമ്മേ, അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാലത്തിൻ്റെ ചില തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് കൂടെ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഫിലിപ്പീൻസിൽ പ്രസിഡന്റ് മർക്കോസ് സ്വേച്ഛാധിപതിയായി വല്ലാതെ ജനത്തെ അപകടപ്പെടുത്തിയപ്പം സഭയും മെത്രാന്മാരും വൈദികരും വിശ്വാസികളുമൊക്കെ ഒന്നടങ്കം അതിശക്തമായിട്ട് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചാണ് ആ പ്രതിസന്ധിയെ അതിജീവിച്ച് അനുഗ്രഹത്തിലേക്ക് ചുവടുമാറ്റാൻ ഇടയായത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെ മുൻപിൽ അടയപ്പെട്ടതോ അസാധ്യമായതോ ഒന്നുമില്ല. അമ്മയെ വണങ്ങാത്തവരും അമ്മയുടെ സംരക്ഷണം സ്വീകരിക്കാത്തവരുമൊക്കെ രക്ഷപ്പെടില്ല എന്ന് വിശുദ്ധ ആൻസലം പറഞ്ഞില്ലേ? ചേർത്ത് പിടിക്കാം പരിശുദ്ധ അമ്മയെ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെപ്പോൾ പഠിപ്പിക്കുന്നു, ജപമാല ചൊല്ലിത്തുടങ്ങുമ്പം അമ്മയുടെ കൈ പിടിക്കാൻ, ചൊല്ലിക്കഴിയുമ്പം അമ്മ നമ്മുടെ കൈ പിടിക്കാൻ. അതൊരു വല്ലാത്ത ആത്മബന്ധമാണ്. അമ്മയെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹത്തോടെ കൈനീട്ടിയവർ പിന്നെ അമ്മ പിടിച്ച കയ്യിൽ സുരക്ഷിതമായി നടന്നു നീങ്ങുന്ന ഒരു ആത്മീയതയുടെ സുഖമുള്ള അനുഭവങ്ങൾ ഹൃദയപൂർവ്വം ചോദിക്കണം. എൻ്റെ പൊന്നു തമ്പുരാനെ, ഞാനിങ്ങനെയൊക്കെ പോയാൽ മതിയോ?
എനിക്കെൻ്റെ സഭയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഈ ശുശ്രൂഷയിൽ ആവും വിധം പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു ജീവിച്ച് മൺമറയുക എന്നത് ജീവിതത്തിൽ കിട്ടുന്ന അസുലഭമായ ഒരു സൗഭാഗ്യമാണെന്ന് ഉറപ്പിച്ച് പറയാൻ തക്ക വിധമുള്ള കരുത്ത് എനിക്കുണ്ടോ? ആരെങ്കിലും എൻ്റെ സഭയെ കല്ലെറിയുമ്പം, ആരെങ്കിലുമൊക്കെ ഈ സംവിധാനത്തിനെതിരായിട്ട് വാളോങ്ങി നിൽക്കുമ്പം പക്ഷം ചേരുന്നവനാണോ, മാറി നിന്ന് ആസ്വദിക്കുന്നവനാണോ, അതോ ചങ്കുപൊട്ടി ആ പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നതും പങ്കുവെക്കുന്നതുമാണോ എൻ്റെ മനസ്സ്? ചോദിച്ചേ തമ്പുരാനോട്. പക്ഷെ നമ്മളെ ചേർത്ത് പിടിക്കുക. ആഗ്രഹത്തോടെ നമ്മളോട് പറയാം, തിരുത്തലുകൾ ആവശ്യമുണ്ട്. സഭയിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തൽ വേണമെങ്കിൽ അത് പ്രതിഷേധത്തിൻ്റെ മാർഗത്തിലൂടെയല്ല, ആത്മീയതയുടെ മാർഗത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധമുള്ള അനുഭവങ്ങളുടെ ഉറപ്പ് പൗരോഹിത്യ ജീവിതത്തിൽ പങ്കുവെക്കാൻ പറ്റും. പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം ജപമാല എന്ന ആയുധം, അതല്ലേ 9-ാം പിയൂസ് മാർപ്പാപ്പയും 12-ാം പിയൂസ് പാപ്പയും ഒക്കെ പറഞ്ഞു വെച്ചത്, ആയുധമായിട്ട് ജപമാല ചൊല്ലുന്ന സൈന്യവുമായിട്ട് ഏതു പ്രതിസന്ധി ഘട്ടത്തെയും അത് ജീവിക്കാനാവും. പകർച്ചവ്യാധികളാകാം, മക്കളില്ലാത്ത അവസ്ഥകളാകാം, ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്ന കുടുംബ ബന്ധങ്ങളാകാം, ശിഥിലമാക്കപ്പെടുന്ന പുത്തൻ തലമുറയുടെ വൈകല്യത്തിൻ്റെ ഒരു ഭാണ്ഡക്കെട്ടിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നതാവാം. എന്തോ ആവട്ടെ, പരിശുദ്ധയമ്മ ഇടപെടും. തിരുസഭയിൽ അമ്മയുടെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നത് മുഴുവനും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവിക പ്രവൃത്തികളായിരിക്കും. കർത്താവേ, കരുണയുണ്ടാവണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയപൂർവ്വം അമ്മയോട് ചോദിച്ചേ, അമ്മേ, എവിടെയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചുവട് മാറ്റേണ്ടത്? സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞില്ലേ, കുന്നും മലയും നിരത്തണമെന്നും താഴ്വരകളൊക്കെ നികത്തണമെന്നും വളഞ്ഞ വഴികൾ നേരെയാക്കണമെന്നും പരിപരുത്തവ മൃദുവാക്കണമെന്നും. എന്നും ചെയ്യേണ്ടതാ, നോമ്പുകാലത്ത് മാത്രം ചെയ്യേണ്ട കർമ്മമല്ല. ജീവിതത്തിലുടനീളം നമ്മൾ ഓരോരുത്തരും ഈ ഒരു വെട്ടിയൊരുക്കലിനും ഈ ഒരു നവീകരണത്തിനും നമ്മെ സമർപ്പിച്ചാൽ അമ്മ നമ്മളെ കൈവിടില്ല. കൈവിടാതെ കാക്കുന്ന പരിശുദ്ധയമ്മ, കൃപയോടെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധയമ്മ, ഈ ദിവ്യകാരുണ്യത്തിലെ അമ്മ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, മക്കളെ, ഓടിവാ ഈ സന്നിധാനത്തേക്ക്. ഡോൺ ബോസ്കോ പുണ്യവൻ അങ്ങനെയല്ലേ പറയണേ, അനുഗ്രഹം അധികം ആവശ്യമുണ്ടെങ്കിൽ അധിക നേരം ഈ അൾത്താര മുമ്പിലായിരിക്കണേ. എൻ്റെ ആത്മാവിന് കരുത്തു വേണമെങ്കിൽ നീ പുറത്തൊരിടത്തും അഭയം തേടിയിട്ട് കാര്യമില്ല. ഉറപ്പോടെ നിൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ള ഈ സന്നിധാനത്തിൻ്റെ ബലത്തിൻ്റെ അരികിലേക്കൊന്ന് ചേർന്ന് നിന്നിട്ട്, വിട്ടകലാത്തവനെ, ഒപ്പം നടക്കുന്നവനെ, കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം എൻ്റെ സ്നേഹബലം. ചേർന്ന് പാടി പ്രാർത്ഥിക്കും. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയിലും കഴിവിലുമുള്ള മാറ്റത്തിൻ്റെ മേഖലകളെ കൊടുക്കുന്നതോടൊപ്പം നിഗൂഢങ്ങളായ ജീവിതത്തിൻ്റെ ഇടങ്ങളെ കൂടി കർത്താവെ മാറ്റി നവീകരിച്ച് പുതിയ സൃഷ്ടിയാക്കണേ.
ഞങ്ങളുടെ സഭയെ, കേരള സഭയെ, ശുശ്രൂഷാ മേഖലകളെ നവീകരിക്കണമേ. ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന. കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കാഴ്ചക്കാരാകാതെ അഭിഷേകത്തിലെത്താൻ ഞങ്ങളെ പഠിപ്പിച്ച അമ്മയോട് ചേർന്ന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാലത്തിന്റെ അടയാളങ്ങളെ കൂടുതൽ അഭിഷേകത്തിൽ ദിശാബോധങ്ങളിൽ കാണാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ അമ്മയുടെ ചൈതന്യത്തെ ചേർത്ത് പിടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിശാബോധങ്ങളേകാൻ ദിവ്യകാരുണ്യത്തിൽ നിന്നും കൃപ ഞങ്ങൾക്കേകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ